മോദി എന്നോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ചില ധാരണകൾ ആയിരിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാർ അത് സംബന്ധിച്ച ധാരണകളായിരിക്കുന്നു എന്ന്. അപ്പൊ ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ റോൾ എന്താ? അദ്ദേഹം അതിനൊരു മറുപടി സോഷ്യൽ മീഡിയയിൽ നൽകി. അതായത് ഇന്ത്യൻ സാധനങ്ങൾക്കുള്ള താരിഫ് 18% കുറച്ചതിന് ഇന്ത്യയിലെ ജനങ്ങള് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ രാജ്യാന്തര സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ട്രംപിന്റെ നേതൃത്വം അനിവാര്യമാണ്, നിർണായകമാണ് എന്നൊരു പ്രശംസയും. കരാറിന്റെ വ്യവസ്ഥകളിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചാൽ ഇതിലൂടെ നമ്മുടെ മോദി ചെയ്യുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ലോക നേതാവായിട്ട്, ഇന്ത്യ കൂടി അംഗീകരിക്കുന്ന ഒരു രാജ്യാന്തര നേതാവായിട്ട് വാഴിക്കുകയാണ്, അല്ലെങ്കിൽ അംഗീകരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് കരാറിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഈ കരാറ് വളരെ സുപ്രധാനമായ ഒന്നാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിന്റെ കാര്യത്തിൽ, വാണിജ്യ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ കരാർ വളരെ നിർണായകമാണ്, വളരെ പ്രധാനമാണ്. ഇതനുസരിച്ച് ട്രംപ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളത് ട്രംപിന്റെ പ്രഖ്യാപനമാണ്, അല്ലെ അദ്ദേഹം നൽകിയ വിശദാംശങ്ങളാണ്. അതനുസരിച്ച് ഇന്ത്യക്കുള്ള പകരം തീരുവ 18% കുറച്ചിരിക്കുന്നു. നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങളുടെ തീരുവ, ചുങ്കം അല്ലെങ്കിൽ താരിഫ് 18% കുറച്ചിരിക്കുന്നു.